ശരിക്കും ഈ വണ്ടി ഹിമാലയൻ 450 ഇപ്പോൾ എനിക്ക് ഒരിക്കലും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നില്ല. 452 cc വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിനെ റോയൽ എൻഫീൽഡ് വിളിക്കുന്ന ഒരു പേര് തന്നെയുണ്ട്, ഷെർപ്പ എഞ്ചിൻ എന്നാണ്. ഏകദേശം 160 കിലോമീറ്റർ വരെ ടോപ്പ് സ്പീഡ് കിട്ടുന്ന ഒരു എഞ്ചിനാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. വണ്ടി ഇങ്ങനെ ഹൈ ലെവലിലേക്ക് കയറുമ്പോൾ എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് ഒരു സൗണ്ട് ഉണ്ട്. അപ്പോൾ അതാണ് ഈ എഞ്ചിൻ്റെ പ്രത്യേകത. ഞാൻ എവിടെ നിൻ്റെ കൂടെ ഉണ്ട്, നീ എവിടെ എന്നെ കൊണ്ട് പോകാം, ഏത് മലയും ഞാൻ കീഴടക്കാം. ഫൈനലി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് എത്തിക്കുന്നത് നമ്മുടെ കയ്യിലുള്ളത് ഹിമാലയൻ 450 ആണ്. വേണമെങ്കിൽ ഒരു അഡ്വഞ്ചർ സീരീസ് എന്ന് തന്നെ വേണേൽ പറയാൻ പറ്റും. എക്സ്പൾസ് 210 കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്നത് ഹിമാലയൻ 450 ആണ്. ഇന്ന് നമുക്ക് ഈ വണ്ടി വന്നത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, എൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ ഇത്രയും ലേറ്റായിട്ട് എന്തിന് ഹിമാലയൻ 450യുടെ വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ കിട്ടുന്ന വണ്ടികളൊക്കെ ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് വണ്ടി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം നമുക്ക് ഒരു തുടക്കക്കാരൻ, അതായത് ഒരു ചെറിയ യൂട്യൂബ് തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ആരും അങ്ങനെ അധികം വണ്ടികളൊന്നും തരുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ മാക്സിമം വണ്ടി തേടി പിടിച്ചാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ തേടി പിടിച്ച് കിട്ടിയത് തന്നെയാണ് എൻ്റെ സ്വന്തം കൂട്ടുകാരിൽ നിന്ന് തന്നെ അവൻ്റെ പുതിയ വണ്ടി. അതായത് എടുത്തിട്ട് ഇപ്പോൾ ഒരു 3 മാസമായിട്ടുള്ളൂ ഈ വണ്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു, റിവ്യൂവിന് അവൻ തന്നു. അങ്ങനെ കിട്ടിയതാണ് എനിക്ക് ഈ വണ്ടി. ഞാനിപ്പോൾ കുറച്ച് പേര് ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മിക്സ് ചെയ്താണ് ഞാനിപ്പോൾ ഈ റിവ്യൂ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ അധികം വെച്ച് വേവിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ഭീമാകാരനായ ബൈക്ക് എന്ന് തന്നെ വേണമെങ്കിൽ ഹിമാലയൻ 450നെ നമുക്കിപ്പോൾ പറയാം. കാര്യം അതിലും വേണ്ടി വണ്ടിക്ക് സൈസ് കൂടിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാര്യം ഇതിൻ്റെ വീൽ ബേസ് തന്നെ കൂടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് പറയാം വണ്ടി ഭയങ്കര വൈഡായി. അതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നൊരു വലിയൊരു സൂപ്പർ ബൈക്ക് കയറിയിരിക്കുന്ന ഒരു ഫീലാണ് ഇതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത്. അതിന് ആദ്യം തന്നെ നമുക്ക് റോയൽ എൻഫീൽഡിന് ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കാൻ പറ്റും. പുതിയൊരു LED യൂണിറ്റാണ് ഹിമാലയന് വന്നേക്കുന്നത്. മറ്റൊരു ഹാലോജൻ യൂണിറ്റാണ് ഹിമാലയൻ 411 ഇരുന്നതെങ്കിൽ 450ലേക്ക് വന്നപ്പോഴത്തേക്ക് അത് പുതിയൊരു LED ആയി. സൂപ്പർ മെറ്റീരിയൽ ഇരിക്കുന്ന അതേ സെയിം ഹെഡ്ലൈറ്റ് യൂണിറ്റ് തന്നെയാണ് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ ഇതിനായിട്ടുള്ള പർപ്പസ് വളരെ കുറവാണ്, ഇലുമിനേഷൻ ഭയങ്കര കുറവാണ്. പിന്നെ LED ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്, ഫെൻഡർ വരുന്നുണ്ട്. ഫെൻഡറിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, അത്യാവശ്യം കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും മെയിനായിട്ടുള്ള അതിൻ്റെ ടയർ സെക്ഷൻ തന്നെയാണ്. ഫ്രണ്ടും ബാക്കും ഇരിക്കുന്ന ആ ഇരിപ്പ് കണ്ടെന്ന് നിങ്ങൾക്കറിയാം. വണ്ടിയുടെ ഒരു ഇരിപ്പ് തന്നെ ചെരിഞ്ഞൊരിപ്പാണ്. കാരണം 21 ഇഞ്ചിൻ്റെ ഫ്രണ്ട് വീലാണ് ഇതിന് വരുന്നത്. അതാണ് ഒരു അഡ്വഞ്ചറിൻ്റെ ബേസിക് കാര്യം. 21 ഇഞ്ചിൻ്റെ ഫ്രണ്ട് വീലാണ്, ട്യൂബ്ലെസ് അല്ല, ട്യൂബാണ്. ഇതിൻ്റെ ട്യൂബ്ലെസ് വേരിയൻറ്റും വരുന്നുണ്ട്. എക്സ്ട്രാ ഒരു 10,000 രൂപയും കൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ 2 വീലും മാറ്റി ട്യൂബ്ലെസ് സ്പോക്സ് വീലാക്കി തരും. അത് സ്പോക്സ് വീൽ തന്നെയാണ്, ട്യൂബ്ലെസ് ആക്കി തരും. അപ്പം അതൊരു വർത്തിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ വണ്ടി എടുക്കുമ്പോൾ അതില്ലായിരുന്നു. 21 ഇഞ്ചിൻ്റെ ട്യൂബ് വീൽസാണ് വരുന്നത്. 19 ഇഞ്ചിൻ്റെ ടയറും വരുന്നുണ്ട്. 43 mm 200 mm ട്രാവൽ ഉള്ള ഒരു ഷോവയുടെ ഫോക്കാണ് ഇത് വരുന്നത്. ഹൈവേയിലും ഓഫ് റോഡിലും ഒരേപോലെ തന്നെ ഇത് പെർഫോം ചെയ്യാൻ കിടിലമാണ്. ഹൈവേയിലും അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. NG ഓടിക്കുമ്പോഴൊക്കെ നല്ല കോൺഫിഡൻ്റ് ആണ് ഇതിന് കയറുന്നത്. ആ സൈഡിലൊന്നും പ്രശ്നമൊന്നുമില്ല. 320 mm ഡിസ്ക് ബ്രേക്കാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഓടിച്ചൊരു ഫീൽ പറയുവാണ്. ഹൈ സ്പീഡിൽ വരുമ്പോഴത്തേക്കും ഞാൻ ബ്രേക്ക് പിടിച്ചിട്ട് എനിക്ക് അത്ര സ്പോഞ്ച് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, അത്ര ഷാർപ്പായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. ടയറിൻ്റെ ഗ്രിപ്പും കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല. ഓൺ റോഡിലും ഓഫ് റോഡിലും ഒരേപോലെ തന്നെ പെർഫോം ചെയ്യുമെന്നാണ് അറിഞ്ഞത്. ഞാൻ ഓൺ റോഡ് മാത്രമേ ഓടിച്ചിട്ടുള്ളൂ, ഓഫ് റോഡിലേക്ക് ഞാൻ ഈ വണ്ടി ഇതുവരെയായിട്ട് എടുത്തിട്ടില്ല. ഞാനെല്ലാം പറയുമെങ്കിൽ എനിക്ക് ഇതുവരെയായിട്ട് ഓഫ് റോഡിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഭാവിയിൽ എനിക്കത് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ, ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് എനിക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്രാഷ് കാർഡും കാര്യമാണ്. ഈ വണ്ടി മറിഞ്ഞ് വീഴുമ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ ഈ ഒരു ക്രാഷ് കാർഡ്, ഈ ഹാൻഡിൽ ബാറും ധാരാളമാണ് ഈ വണ്ടി മറിഞ്ഞ് വീഴുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ. പക്ഷേ എന്നാലും ഇതിനൊരു അഡീഷണൽ ആയിട്ടുള്ള ക്രാഷ് കാർഡും സ്ലൈഡറും കാര്യങ്ങളും ഒക്കെ അവൻ ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു അപ്ഡേഷൻ തന്നെയാണ് ഇതിന് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ വണ്ടി എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള ഘടകം ഇതിൻ്റെ എഞ്ചിൻ തന്നെയാണ്. 452 cc സിംഗിൾ സിലിണ്ടർ 4 വാൽവ് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്, DOHC എഞ്ചിനാണ് ഇതിനകത്തിരിക്കുന്നത്. അത് 40 HP പവറും 40 Nm ടോർക്കുമാണ് ഇതിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നല്ല കിടുക്കൻ പവർഫുൾ ഒരു ബൈക്ക് എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ പറയാം. ഇതിൻ്റെ വീൽ ബേസ് നിങ്ങൾ നോക്കിയേ, പഴയ വീൽ ബേസ് പോലെയല്ല, വീൽ ബേസ് കൂടിയിട്ടുണ്ട്. 1510 mm ആണ് ഇപ്പോൾ ഇതിൻ്റെ വീൽ ബേസ്. നമ്മൾ ഈ ഇങ്ങനെ ഒരു ലുക്കിൽ കണ്ടാൽ എനിക്ക് തോന്നുന്നത് ഒരു V-Strom 800Dയുടെ ഒരു ലുക്കൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ല വീൽ ബേസ് കൂടിയ ബൈക്കാണ്. അത് ഞാൻ തള്ളിയതാണ്, പക്ഷേ എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ എൻജിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് പഴയ ഹിമാലയനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പുതിയൊരു എൻജിൻ. പേര് മാത്രം ഹിമാലയൻ, എന്നാൽ ബന്ധം യാതൊരു തരത്തിലും ഇല്ല. പഴയ ഹിമാലയൻ നമ്മൾ ഇരുന്ന് ആസ്വദിച്ചൊക്കെ ഇങ്ങനെ ലോ എൻഡ് മിഡ് റേഞ്ചും ഒക്കെ ആസ്വദിച്ച് പോകുന്ന ഒരു ഹിമാലയൻ ആയിരുന്നെങ്കിൽ പുതിയ ഹിമാലയനിലേക്ക് വന്നപ്പോൾ അതൊരു ടോപ്പ് എൻഡിലേക്ക് വേണ്ടി പണിഞ്ഞു വെച്ചേക്കുന്ന ഒരു ഹിമാലയൻ പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു 2000-3000 RPM നമ്മൾ വിചാരിക്കും ഈ വണ്ടിയിൽ പവറേ കാര്യങ്ങളേ ഇല്ല, ഇത് ഭയങ്കര സ്മൂത്ത് വണ്ടിയായിട്ട് നമ്മൾ തോന്നും. ഒരു 3000 കഴിഞ്ഞ് ഒരു 4000 കഴിയുമ്പോൾ തൊട്ട് വണ്ടിയുടെ മട്ടും പാവമൊക്കെ അങ്ങ് മാറും, വേറെ ലെവലിലേക്ക് വണ്ടി മാറും. ഒരു 32 Nm ടോർക്കുള്ള ഒരു 4000 RPM ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും.
അപ്പോൾ തൊട്ടാണ് വണ്ടിയുടെ നേച്ചറും കാര്യങ്ങളൊക്കെ അങ്ങ് മാറുന്നത്. ഇപ്പോൾ കുറേ കൂടെ ഹൈവേ ഓറിയൻറ്റഡ് ആയോ എന്ന് എനിക്കൊരു സംശയം. ഓഫ് റോഡിലൊന്ന് പോയി ഓടിച്ചാലേ ഇവൻ്റെ ഓഫ് റോഡ് നേച്ചർ എനിക്ക് മനസ്സിലാകത്തുള്ളെങ്കിലും കേട്ടറിവ് വെച്ചാണ് ഓഫ് റോഡിൽ കുഴപ്പമില്ല എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇത് കുറേ കൂടെ ഹൈവേ ഓറിയൻറ്റഡ് ആയിട്ട് ലോങ് ടൂറിങ് സെഗ്മെൻറ്റിലേക്ക് എത്തിയതാണെങ്കിൽ എനിക്കൊരു ഫീലാണ്. ഈ എഞ്ചിനെ റോയൽ എൻഫീൽഡിൽ വിളിക്കുന്ന ഒരു പേര് തന്നെയുണ്ട്, ഷെർപ്പ എഞ്ചിൻ എന്നാണ്. ആരും കയറാത്ത മലകളായ എവറസ്റ്റ് വരെ കയറാൻ സഹായിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവിടുത്തെ, അതായത് ആ മലമ്പ്രദേശമുള്ള ആൾക്കാർ വിളിക്കുന്ന പേരാണ് ഷെർപ്പ എന്ന്. അങ്ങനെ എവറസ്റ്റ് കയറാൻ സഹായിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ വിളിക്കുന്ന ഷെർപ്പ എന്ന പേര് തന്നെയാണ് നമ്മൾ ലോകത്തെ ഏത് മലയും കീഴടക്കാൻ വേണ്ടി പണിതിറക്കിയിരിക്കുന്ന ഹിമാലയൻ അവരിട്ട എഞ്ചിൻ്റെ പേരും ഷെർപ്പ. അപ്പോൾ അതാണ് ഈ എഞ്ചിൻ്റെ പ്രത്യേകത. ഞാൻ എവിടെ നിൻ്റെ കൂടെ ഉണ്ട്, നീ എവിടെ എന്നെ കൊണ്ട് പോകാം, ഏത് മലയും ഞാൻ കീഴടക്കാം. ബാക്കിയൊക്കെ നമുക്ക് കൂടുതൽ ദൂരങ്ങളൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഈ എഞ്ചിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ സംസാരിച്ചാൽ അതെല്ലാം ഒരു വായ്ത്താളമായിട്ടേ തോന്നത്തുള്ളൂ. എനിക്ക് കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഓടിച്ചൊരു എക്സ്പീരിയൻസ് കുറവാണ്. ഞാൻ ഒരുപാട് അധികമൊന്നും എനിക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റില്ല. കിട്ടിയ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. റിയർ സസ്പെൻഷൻ വരുന്നത് ലിങ്കേജ് ടൈപ്പ് തന്നെയാണ്. പക്ഷേ അത് മൗണ്ട് ചെയ്തേക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. കൂടുതൽ കംഫർട്ടും കാര്യങ്ങളൊക്കെ ഈ സസ്പെൻഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. 230 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിന് വരുന്നത്. നോർമൽ ലിങ്കേജ് ആണ്, നമുക്ക് അടിത്തട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും ഈ സസ്പെൻഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. 230 mm ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട്. അതുകൊണ്ട് ഓഫ് റോഡിൽ അടിത്തട്ടുന്നുള്ള പ്രശ്നങ്ങൾ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല. ഫുഡ് പമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഈ റബ്ബർ ബുഷും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നട്ടുണ്ട്. ആ നട്ട് ഊരിയാൽ നമുക്ക് ഈ റബ്ബർ ബുഷും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി നമുക്ക് ഓഫ് റോഡിൽ നല്ല ഗ്രിപ്പായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ ഒരു ചെറിയൊരു എക്സോസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. പഴയ ഹിമാലയൻ അത്യാവശ്യം വലിയ എക്സോസ്റ്റാണ് വന്നിരുന്നെങ്കിൽ ഈ പ്രാവശ്യം കുറച്ച് സ്ലീക്ക് ആയിട്ടുള്ള എക്സോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഒരു ഒട്ടും വണ്ണമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, തിന്നായിട്ടുള്ള എക്സോസ്റ്റ് ആണ്. അത് നീളവുമില്ല. എനിക്കിത് എത്ര വാട്ടർ ബീഡിങ് കപ്പാസിറ്റി ഉണ്ട് എന്ന് എനിക്കറിയത്തില്ല. കാര്യം ഈ ലെവലിൽ നമുക്ക് മാക്സിമം വെള്ളത്തിനകത്ത് ഇറക്കാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, വെള്ളത്തിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, റിവർ ക്രോസിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ഇടും. ഇത് കാണുന്നവരാരെങ്കിലും. 17 ഇഞ്ചിൻ്റെ റിയർ വീലാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. 140 സെക്ഷൻസ് ടയറാണ്, ട്യൂബ്ലെസ്. ഇതിനും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഉണ്ടെന്ന്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം 270 mm റിയർ ഡിസ്ക്കാണ്. നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു ബൈക്ക് എടുത്ത് നോക്കിയാലും 270 mm ഡിസ്ക് നമുക്ക് കാണാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്യുവർലി ഒരു അഡ്വഞ്ചർ സെഗ്മെൻറ്റിൽ ഇരിക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെരിഞ്ഞൊരു ആംഗിളിലാണ് ഇതിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത്. ഇതിൻ്റെ വീൽ ബേസും കൂടുതലാണ്. അതുകൊണ്ട് കൂടുതൽ വെയിറ്റ് നേരെ ബാക്കിലേക്ക് ചെല്ലാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് ബാക്കിലത്തെ ബ്രേക്കിംഗ് നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടി ആണ് ഇതിനകത്ത് 270 mm ഇത്രയും വലിയൊരു ഡിസ്ക് റോട്ടർ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ബ്രേക്കിംഗ് അത്യാവശ്യം കുഴപ്പമില്ല, നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുമുണ്ട്. എന്നാൽ അങ്ങ് വലിയ ബ്രേക്കിംഗ് ആണെന്ന് വെച്ചാലല്ല, ഓക്കെയാണ്. ഈ വണ്ടി പിടിച്ചെടുത്താനുള്ള ബ്രേക്കിംഗ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുമുണ്ട്. പിന്നെ നല്ല സോഫ്റ്റും വൈഡും ആയിട്ടുള്ളൊരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പ്രത്യേക തരം ഒരു റിയർ പാറ്റേൺ ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ടെയിൽ ലാമ്പ് നിങ്ങൾക്ക് കാണത്തില്ല. പക്ഷേ ഇതിൽ ടെയിൽ ലാമ്പുണ്ട്. ഇൻഡിക്കേറ്ററിൽ തന്നെയാണ് ഇതിൻ്റെ ടെയിൽ ലാമ്പ് വരുന്നത്. ഇൻഡിക്കേറ്ററും ടെയിൽ ലാമ്പും എല്ലാം സെയിം തന്നെയാണ്. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് ഇതിൻ്റെ റിയർ സൈഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കിവിടെ ഒരു സാരി കാർഡ് കാണാം. ഇത് ഇപ്പോഴത്തെ ബൈക്കിലൊക്കെ എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടമല്ല. എന്താ ചെയ്യാനാണ് പറയാം, അത് വെക്കാതെ പറ്റത്തില്ല, നിയമമാണല്ലോ. നമ്മുടെ ചെയിനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഈ ചെയിനിൻ്റെ സപ്പോർട്ട് ചെയ്തൊരു സാധനമുണ്ട്, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, സോറി ഗൈസ്. അപ്പോൾ നമ്മൾ കൈയൊന്നും അതിനകത്ത് കയറാതെ നമ്മളെ അതിൽ നിന്ന് എസ്കേപ്പ് ആക്കുന്ന ഒരു സാധനമാണത്. നമുക്കിവിടെ ഗിയർ പെഡലും കാണാം. 6 സ്പീഡ് ഗിയറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഹിമാലയൻ 411-ൽ 5 സ്പീഡായിരുന്നു. എന്നാൽ 450-ലേക്ക് എത്തിയപ്പോൾ 6 സ്പീഡ് ആയിട്ടുണ്ട്. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഒരു തരത്തിലുള്ള ടൈറ്റും കാര്യങ്ങളൊന്നും എനിക്ക് ഈ ഗിയറിൽ നിന്ന് ഫീൽ ചെയ്തില്ല. ഭയങ്കര സ്മൂത്തായിട്ട് സോഫ്റ്റ് ആയിട്ട് ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിനകത്ത്. പില്ലിയൻ സീറ്റ് നല്ല സ്മൂത്തും വൈഡുമാണ്. റൈഡർ സീറ്റ് നല്ല സ്മൂത്തും വൈഡുമാണ്. നമുക്ക് ഹൈറ്റ് ഇഷ്യൂ ഉണ്ടാകാതിരിക്കാൻ ഇവിടെ നല്ല നാരോ ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാലത്തുകയും ചെയ്യും. ഈ സീറ്റിന് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ടോപ്പായിട്ടുള്ള സെറ്റിങ്സിലാണ് ഇതിപ്പോൾ കിടക്കുന്നത്. ഇനി ഒരു സ്റ്റെപ്പ് നമുക്ക് താത്തി നമുക്ക് സീറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സീറ്റിൻ്റെ സെറ്റിങ്സ് ഇടാനും പറ്റും. നമുക്കിനി വണ്ടിയിലേക്ക് ഒന്ന് കയറിയിരിക്കാം, വണ്ടിയുടെ വെയിറ്റും കാര്യങ്ങളും നോക്കാം. വണ്ടി നേരെയാക്കാൻ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. 196 കിലോയാണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. പക്ഷേ നേരെയാക്കി കഴിഞ്ഞാൽ ഓടിക്കുമ്പോൾ നമുക്ക് ആ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇവിടെ നമുക്ക് ഹൈ ബീം, ലോ ബീം, പാസ് സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഹോം ബട്ടൺ വരുന്നുണ്ട്. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്, ഇവിടെ ജോയിസ്റ്റിക്ക്, മീറ്റർ കൺസോൾ കൺട്രോൾ ചെയ്യാനുള്ള ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെയാണ് നമ്മുടെ കിൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഹസാർഡ് ലാമ്പ്, ഇവിടെ മോഡ് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചും അവിടെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും സ്വിച്ചിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മാസ്റ്റർ സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇത് റൈറ്റ് ബൈ റൈറ്റ് ത്രോട്ടിലാണ്. അത്യാവശ്യം നല്ല ത്രോട്ടിൽ റെസ്പോൺസ് ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് USB Type-C ചാർജിങ് സോക്കറ്റും വരുന്നുണ്ട്.
ടൈപ്പ് സി ആണ് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ അഡീഷണൽ ആയിട്ട് ചെയ്തതാണ് ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ. അതെത്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇവിടെ മൊബൈൽ ഹോൾഡർ അഡീഷണൽ ആയിട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ക്ലസ്റ്റർ നോക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ട് ഹിമാലയൻ എന്നൊക്കെ എഴുതി വന്നു. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. പക്ഷേ പേഴ്സണലി എനിക്ക് പറയുകയാണ് ഹിമാലയൻ എന്ന് പറഞ്ഞാൽ ആ കോക്പിറ്റ് വ്യൂ ഉള്ള പഴയ 411 ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറച്ചും ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കണ്ടാൽ തന്നെ ഒരു കോക്പിറ്റാണ് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള സാധനം വരുന്നത്. അത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫങ്ഷണലി ഇത് കിടിലമാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നൊരു ഫീലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ക്ലച്ച് കേബിളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടൈറ്റാണ്, കുഴപ്പമില്ല, യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം ടൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ അതിനുണ്ട്. 2 മിററും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അത്യാവശ്യം വൈബ്രേഷനൊക്കെ അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള മിററാണ്. നല്ല ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ വണ്ടിയുടെ വൈബ്രേഷൻ്റെ കാര്യങ്ങൾ ചോദിച്ചാൽ വണ്ടിക്ക് അത്യാവശ്യം നല്ലപോലെ വൈബ്രേഷനുണ്ട്. 452 cc വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയുടെ എല്ലാ ഭാഗത്തും നമുക്ക് ആ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഫുഡ് പാക്കിലായാലും സീറ്റിലായാലും ഹാൻഡിലായാലും എനിവേ മിററിൽ വരെ നമുക്ക് ആ വൈബ്രേഷൻ്റെ എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. നമുക്കെന്തായാലും വണ്ടി ഒന്ന് ഹൈവേയിലേക്ക് എടുക്കാം, എന്നിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഞാൻ അതിന് മുന്നേ വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. അത്യാവശ്യം നല്ല ഗ്രണ്ടുള്ളൊരു സൗണ്ടാണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. നമ്മുടെ പഴയ ഹിമാലയയിൽ നിന്ന് എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ്. പക്ഷേ ഈ സൗണ്ട് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ വണ്ടി ഇങ്ങനെ ഹൈ റെവിലേക്ക് കയറുമ്പോൾ എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് ഒരു സൗണ്ട് ഉണ്ട്. എന്തോ വലിയൊരു ഭീമാകാരനായിട്ടുള്ള ഒരു സാധനം ഓടുന്ന ഒരു ഫീലാണ്, എഞ്ചിൻ ഓടുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അത്രയും ഒരു ഫീലിൻ്റെ സൗണ്ട് നമുക്ക് എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. വണ്ടി ഹൈവേയിൽ ഓടിക്കാൻ ഒരേ മൂടാണ്. അത്രയ്ക്ക് പൊളിയായിട്ടാണ് വണ്ടി ഇപ്പോൾ ഹൈവേയിൽ ഓടിച്ചത്. കാരണം 4000 RPM കഴിഞ്ഞാൽ നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി തീ പോലെയാണ് വണ്ടി കയറിപ്പോകുന്നത്. അത്രയ്ക്കും പവർ ഔട്ട്പുട്ട് നമുക്ക് ഈ വണ്ടി തരുന്നുണ്ട്. 40 Nm ടോർക്കും 40 bhp പവറും ഏകദേശം ഒരു 6000-5000 RPM നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമുക്കൊരു ഓപ്പൺ റോഡ് കിട്ടുവാണെങ്കിൽ നമുക്കൊന്ന് വണ്ടിയൊന്ന് വലിച്ചെടുക്കാം. പക്ഷെ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. വണ്ടി ഇവിടെ പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗായ്സ്, മഴ പെയ്യുന്നു. നമുക്ക് വണ്ടി ഗോപ്രോയുടെ കിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്നായിട്ട് മഴ പെയ്തു ഗായ്സ്. വണ്ടി ഹൈവേയിൽ നമുക്കൊരു 130-140 നമുക്ക് ഈസി ആയിട്ട് വണ്ടിയിൽ നമുക്ക് ക്രൂസ് ചെയ്യാൻ പോകാൻ പറ്റും. നമുക്ക് ഒരുപാട് നേരം വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. കാര്യം നല്ല മഴ പെയ്യുന്നുണ്ട്. എനിക്ക് ഗോപ്രോ ഓഫ് ചെയ്ത് വെച്ചേ പറ്റത്തുള്ളൂ, വേറെ ഒരു നിവൃത്തിയില്ല. എന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ വണ്ടി കിട്ടത്തുമില്ല. വണ്ടി ഞാൻ നാളെ തന്നെ കൊടുക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ടോപ്പ് സ്പീഡൊന്നും കാണിക്കാനുള്ള ഒരു നിവൃത്തിയും നമുക്ക് ഇന്നില്ല. സോറി, എന്നോട് എല്ലാവരും ക്ഷമിക്കണമെന്ന് ഞാൻ പറയുകയാണ്. അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൂളായിട്ട് നമുക്ക് വണ്ടിയിലിരുന്ന് നമുക്ക് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും. ഓടിക്കാനൊക്കെ ഭയങ്കര സുഖമാണ്. നമുക്ക് ലോ ആൻഡ് ടോർക്ക് നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഞാനിപ്പം 6th ഗിയറിൽ 56, 5th ഗിയറിൽ 50 ഇട്ടപ്പോൾ 50ലേക്ക് വന്നപ്പോൾ ചെറുതായിട്ടൊരു നോക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഇത് ലോങ് സ്റ്റോക്ക് എഞ്ചിനല്ല, എന്നാൽ ഇതൊട്ട് ഷോർട്ട് സ്റ്റോക്ക് എഞ്ചിനും അല്ല. ഇത് അതിൻ്റെ ഒരു മീഡിയത്തിൽ നിൽക്കുന്ന ഒരു എഞ്ചിനാണ് ഇതിൻ്റെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ട നമുക്കൊരു 5ാമത്തെ ഗിയറിൽ നമുക്ക് 5th ഗിയറിൽ നമുക്കൊന്ന് പിന്നെ പുള്ളി ചെയ്യുമ്പോഴത്തേക്കും വണ്ടിക്ക് ചെറിയ നോക്കിങ്ങും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പഴയ ഹിമാലയനിൽ അങ്ങനല്ല. ഏത് ടോപ്പ് ഗിയറിലാണ് നമുക്ക് ഷോർട്ട് റൈഡിലാണെങ്കിലും നമുക്ക് അടുത്തടുക്ക് കയറി പോകാൻ നമുക്ക് പറ്റുന്നതായിരുന്നു. ഇപ്പം നമുക്ക് പറ്റത്തില്ല. ഇത് കുറച്ചുകൂടെ റവ് ചെയ്ത് നമുക്ക് പിടിക്കേണ്ട ഒരു എഞ്ചിനാണ്. ആക്സിലേറ്റർ എപ്പോഴും കുറച്ച് റബ്ബർ ലിമിറ്റ് പിടിച്ച് നിർത്തിയാലാണ് നമുക്ക് വണ്ടി കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഓടിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അത് തന്നെയാണ് ഈ വണ്ടിയുടെ ഒരു നേച്ചർ. കംപ്ലീറ്റ് ആയിട്ടും വണ്ടിയുടെ നേച്ചർ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു KTMൻ്റെ ബൈക്ക്, ഒരു അഡ്വഞ്ചർ 390 ഓടിക്കുന്ന ഒരു ഫീൽഡ് വേണം നമ്മൾ ഹിമാലയൻ 450 നമ്മൾ ഓടിക്കാൻ. കുറച്ചധികം റവ് ചെയ്ത് വേണം നമുക്ക് എപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാൻ. ഇത് സിറ്റിയിൽ അത്യാവശ്യം നമുക്ക് പണി തരുന്ന രീതിയിലാണ്. അതായത് സിറ്റിയിൽ അത്യാവശ്യം നമ്മൾ ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൂടുതലായിട്ടുള്ള എഞ്ചിനാണ്. നമ്മൾ പടപടപട നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. പണ്ടായാലും നമുക്കൊരു 2nd ഗിയറിൽ ഒരു സിറ്റിയിൽ ടൗണിൽ ഫുള്ള് നമുക്ക് കറങ്ങാൻ പറ്റും. എത്ര ബ്ലോക്ക് ആണെങ്കിലും ഒരു പ്രശ്നമില്ലാതെ നമുക്ക് കറങ്ങാൻ പറ്റും. ഇതല്ല, നമുക്ക് അത്യാവശ്യം ഗിയർ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട ഒരു എഞ്ചിനാണ്. ടോപ്പ് എൻഡിന് വേണ്ടി ഇപ്പോൾ പണിഞ്ഞ് വെച്ചൊരു ഹിമാലയൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എത്ര കിലോമീറ്റർ വേണമെങ്കിലും നമുക്കിപ്പം ഒരു നല്ല 140-150 കിലോമീറ്ററിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന എഞ്ചിൻ. എത്ര ലോങ് ടൂറിങ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഒരൊറ്റ സ്ട്രെച്ചിൽ നമുക്കൊരു 500-600 കിലോമീറ്ററൊക്കെ ഈസി ആയിട്ട് നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടെന്ന് ഒഴിച്ചാൽ ബാക്കി സീറ്റും കാര്യങ്ങളൊക്കെ നല്ല കുഷ്യനും കാര്യങ്ങളൊക്കെയാണ്. പില്ലിയൻ സീറ്റിനും നല്ല കുഷ്യനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പില്ലിയനെ വെച്ച് നമുക്ക് ഇത് ഈസി ആയിട്ട് കൊണ്ടുപോകാം. നല്ല ടോർക്കും കാര്യങ്ങളുള്ളതുകൊണ്ട് പില്ലിയൻ ഇരിപ്പുണ്ടെന്ന് പോലും നമുക്ക് ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നമുക്ക് വണ്ടിയുടെ സ്റ്റെബിലിറ്റി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം.
വണ്ടിയുടെ സ്റ്റെബിലിറ്റിക്കും കാര്യങ്ങൾക്കും ഒന്നും ഒരു പ്രശ്നമില്ല, ഒരു വോബ്ലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈസി ആയിട്ടാണ് വണ്ടി അതെല്ലാം മാനേജ് ചെയ്യുന്നത്. ഈ വണ്ടിയുടെ വെയിറ്റ് നമുക്കത് ഹൈവേയിൽ എത്തുമ്പോഴത്തേക്കും നമുക്കത് ഗുണമായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇത്രയും സ്പീഡ് പോകുമ്പോഴും വണ്ടി ഒന്ന് ഷെയ്ക്കാകുമോ, വണ്ടി ഒന്ന് അനങ്ങുക പോലും ചെയ്യത്തില്ല. അത്ര കിടിലമായിട്ടാണ് വണ്ടി ഇങ്ങനെ ഈസി ആയിട്ട് ക്രൂസ് ചെയ്ത് പോകുന്നത്. സ്ലിപ്പർ ക്ലച്ച് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് റെവ് ചെയ്ത് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും. ഓവറോൾ ഈ വണ്ടി ഇപ്പോൾ കുറേ കൂടെ ഹൈവേ ഓറിയൻറ്റഡ് ആയിട്ട് മാറിയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. റോയൽ എൻഫീൽഡ് ഉണ്ടാക്കിയ ഒരു KTM ബൈക്ക് എന്ന് വേണമെങ്കിൽ ഞാൻ ഇതിനെ പറയും. അത്രയ്ക്ക് ഒരു നേച്ചർ ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല പഴയ ഹിമാലയനിൽ ഓഫ് റോഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും നമ്മളിങ്ങനെ കൈയൊന്ന് തൊട്ടാൽ മതി വണ്ടി പുള്ളി ചെയ്ത് നമ്മളെ കയറ്റിക്കൊണ്ട് പോയി. ഇതങ്ങനെയല്ല, നമ്മൾ കുറച്ചൊന്ന് റവ് ചെയ്ത് പിടിച്ചാലേ വണ്ടിക്ക് നമ്മൾ ആ പവർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഏകദേശം ഒരു 3000 RPM എങ്കിലും നമ്മൾ മിനിമം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ വണ്ടിയിൽ നമുക്ക് പവർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടി തുടങ്ങണമെങ്കിൽ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രം വേണമെങ്കിൽ നമുക്ക് പറയാം. അത് മാത്രം അത്യാവശ്യം വൈബ്രേഷൻ ഉണ്ട്, ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റിക്കും കാര്യങ്ങൾക്കും ചെറിയ പ്രശ്നമുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയ നെഗറ്റീവും കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് പ്രത്യേകിച്ച് നെഗറ്റീവ് കാര്യങ്ങളൊന്നും തോന്നിയില്ല. 450ക്ക് അത്യാവശ്യം ടാപ്പ് ആൻഡ് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ കണ്ടീഷനിൽ വണ്ടിയിൽ എനിക്ക് അതൊന്നും ഫീൽ ചെയ്യുന്നില്ല. വണ്ടിയുടെ സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾക്കൊന്നും ഇപ്പോൾ എനിക്ക് പ്രോബ്ലം ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഭാവിയിൽ അതൊക്കെ വരുവാണെങ്കിൽ ഞാൻ ഓരോന്നാക്കിയിട്ട് ഈസി ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. എനിക്കൊരു ഓപ്പൺ റോഡ് പോലും ഇതിലായിട്ട് കിട്ടില്ല. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണെന്ന് തോന്നുന്നു. എനിക്ക് മൊത്തം കൊണ്ട് എനിക്ക് ഒരു നെഗറ്റീവ് ഫീലാണ് എനിക്ക് കിട്ടുന്നത്. മഴ പെയ്യുന്നു, ഓപ്പൺ റോഡ് കിട്ടുന്നില്ല, ഒന്ന് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല, വണ്ടി ഇന്ന് തന്നെ കൊടുക്കണം, അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. നമ്മളെപ്പോലുള്ള ചെറിയ ചാനലുകൾക്ക് അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഇനി ആരെങ്കിലുമൊക്കെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് വണ്ടി തരുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ വണ്ടിയും നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിശ്വസിക്കും കേട്ടോ. വണ്ടി ഒരു 4000 RPM കഴിഞ്ഞാൽ വണ്ടി ഈസി ആയിട്ടാണ് പുള്ളി അത് കയറിപ്പോകുന്നത്. നമ്മൾ 100 കിലോമീറ്ററിന് മേളിലേക്കൊക്കെ വരുമ്പോൾ തൊട്ട് നമുക്ക് നല്ല വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വണ്ടിയുടെ എവിടെയെല്ലാം വൈബ്രേഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കത് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. വണ്ടിയുടെ ഹാൻഡിലിൽ വൈബ്രേഷൻ വരുന്നുണ്ട്, ഫുഡ് പാക്കിലും വരുന്നുണ്ട്, സീറ്റിൻ്റെ സൈഡിലും ചെറിയ വൈബ്രേഷൻ വരുന്നുണ്ട്. എനിക്കത് ശരിക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊടുക്കുമ്പോൾ എഞ്ചിൻ്റെ സൈഡിൽ നിന്നൊരു സൗണ്ട് വരും. അതായത് എഞ്ചിൻ റവ് ചെയ്യുന്നതിൻ്റെ ഒരു സൗണ്ട് എനിക്ക് വരും. അത് ഭയങ്കര ഫീലാണ് ആ സൗണ്ട് നമുക്ക് തരുന്നത്. ഒരു ഓപ്പൺ റോഡ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈസി ആയിട്ടാണ് വണ്ടി 126 കയറിയത്. എനിക്ക് അതിന് മേലിൽ ഇവിടെ പുഷ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡാണ്. എനിക്ക് അതിന് മേലിൽ ഇവിടെ പുഷ് ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ല ബീച്ച് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്രോസ് വിൻസും കാര്യങ്ങളും ഉണ്ട്. എന്നിട്ടും വണ്ടി നമ്മൾ ഈസി ആയിട്ടാണ് പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കാര്യം വണ്ടിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ഈ ക്രോസ് വിൻസും കാര്യങ്ങളൊക്കെ വണ്ടി ഈസി ആയിട്ട് ഇഗ്നോർ ചെയ്ത് കളയുന്നുണ്ടെന്ന് തന്നെ പറയാം. 100 കിലോമീറ്റർ വരെയൊക്കെ പോയിട്ട് എനിക്ക് വിൻ ബ്ലാസ്റ്റോ കാര്യങ്ങളൊന്നും തലയിലേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇതൊരു ഷോർട്ട് റിവ്യൂ ആണ്. വണ്ടി കിട്ടി, ഞാൻ കുറച്ചൊന്ന് ഓടിച്ചു, അതിൻ്റെ ബേസിൽ ഞാൻ പറഞ്ഞൊരു റിവ്യൂ ആണ്. ഞാൻ പിന്നെ അവനോട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിൻ്റെ ഒരു ബേസിലും പറഞ്ഞൊരു റിവ്യൂ ആണ്. ഇത് കംപ്ലീറ്റ് ആയിട്ടും ഞാൻ ലോങ് ടൈം യൂസിന് ചെയ്ത് എടുത്ത റിവ്യൂ അല്ല, ഒരിക്കലും അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഇതൊരു ഷോർട്ട് ടൈം യൂസിൻ്റെ റിവ്യൂ ആണ്. വണ്ടിയിൽ ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഈ വണ്ടി ആദ്യമായിട്ട് ഓടിക്കുന്നതിൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷനാണ് ഈ കണ്ടത്. വണ്ടി എണ്ണിച്ചിന്ന് ഓടിക്കാനുമൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആണ്. നമ്മുടെ ടാങ്കിലേക്കൊക്കെ ഹഗ് ചെയ്ത് പിടിച്ച് നമ്മൾക്ക് ഈസി ആയിട്ട് നമുക്ക് വണ്ടി എണ്ണിച്ചിന്ന് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ആ ടാങ്കിലേക്ക് ഹഗ് ചെയ്ത് പിടിക്കുന്നതെല്ലാം നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇപ്പോൾ കണ്ടീഷണൽ ഹാൻഡിൽ ബാർ റേസറും കാര്യങ്ങളൊന്നും വേണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എൻ്റെ ഹൈറ്റിനും കാര്യങ്ങൾക്കും ഞാൻ 173 സെൻറ്റിമീറ്റർ ആണ് ഉള്ളത്. എൻ്റെ ഏജിന് ഈസി ആയിട്ട് ഇതിനകത്ത് നമുക്ക് എണ്ണിച്ചിന്ന് ഓടിക്കാം. ഹാൻഡിൽ ബാർ റേസറും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഓവറോൾ വണ്ടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ 1-2 നെഗറ്റീവ് സൈഡുകൾ, അതായത് വൈബ്രേഷൻ, ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് വണ്ടി ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ മീറ്റർ കൺസോളിലും കാര്യങ്ങളൊക്കെ ABS ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്തും വണ്ടി ഇഗ്നിഷൻ ഓൺ ആണെങ്കിലും പോലും നമുക്ക് അത് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആദ്യം അതിന് ഇഗ്നിഷൻ ഓഫ് ആക്കണം. ഇപ്പോൾ പെർഫോമൻസ് മോഡ് ABS ഓണിലാണ്. ഇപ്പോൾ ഈ പെർഫോമൻസ് മോഡ് ABS ഓഫായി. ഇപ്പോൾ എക്കോ മോഡാണ്, ABS ഓണായി. എക്കോ മോഡിൽ ABS ഓഫായി. അങ്ങനെ നമുക്ക് 2 തരം മോഡ് വരുന്നുണ്ട്, എക്കോ മോഡും പെർഫോമൻസ് മോഡ്. അതിനകത്ത് നമുക്ക് 2 മോഡിൽ നമുക്ക് ABS സ്വിച്ച് ഓൺ ആക്കാനും പറ്റും, സ്വിച്ച് ഓഫ് ആക്കാനും പറ്റും. പക്ഷേ എനിക്കിത് പ്രോബ്ലമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഗ്നീഷൻ ഓൺ ആയിരിക്കുന്ന സമയത്ത് ഈ മോഡ് ചേഞ്ചും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. എൻ്റെ ഒരു വണ്ടി, അതായത് RR3 സൈഡിൽ വരുമ്പോൾ ഏത് മോഡിലാണെങ്കിൽ, അതായത് ഏത് രീതിയിലാണ്, നമ്മൾ ഹൈ റവിലാണെങ്കിൽ തന്നെ ത്രോട്ടിലൊന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡ് ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ പോസിബിളായിട്ട് വരും. ഇതിനത് വരുന്നില്ല.
പക്ഷേ അതൊരു സേഫ്റ്റി ഫീച്ചറുമായിട്ട് നമുക്ക് തോന്നാം. വണ്ടി നിർത്തിയിട്ട് മോഡ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഓടിക്കുമെന്ന കാര്യങ്ങളാണ്. ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പക്കാ സ്മൂത്താണ്. എനിക്ക് ഒരു തരത്തിലുള്ള ടൈറ്റോ കാര്യങ്ങളോ ഒന്നും ഗിയറിൻ്റെ സൈഡിൽ നിന്ന് ഫീൽ ചെയ്യുന്നില്ല. ഫോഴ്സ് ന്യൂട്രൽസും കാര്യങ്ങളോ ഒന്നും ഇതിനായിട്ട് എനിക്ക് വീണിട്ടില്ല. അത് ആ ഗിയറിൻ്റെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ പേഴ്സണലി എൻ്റെ വണ്ടി വെച്ച് കമ്പയർ RR 310 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പട്ടർ സ്മൂത്താണെന്ന് തന്നെ പറയാം ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത്രയും ഹെവി ആയിട്ടുള്ള വണ്ടി മാനേജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ഒരു ടെൻഷൻ വേണ്ട. വണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വണ്ടി നമ്മളെ കൊണ്ടൊക്കെ പൊക്കോളും. വണ്ടിയുടെ മാനേജ് ചെയ്യാനൊന്നും ഒരു പ്രശ്നവുമില്ല. വണ്ടി ഈസി ആയിട്ട് നമുക്ക് മെനൂർ ചെയ്ത് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. ശരിക്കും ഈ വണ്ടി ഹിമാലയൻ 450 ഇപ്പോൾ എനിക്ക് ഒരിക്കലും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൈഡർക്ക് മാത്രമേ എനിക്കിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാര്യം ഇത് അത്യാവശ്യം ഹൈ റബ്ബിങ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അത് അത്യാവശ്യം 40 bhp പവറും 40 Nm ടോർക്ക് ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ഇനീഷ്യലി ഒരു 4000 RPM തൊട്ട് തന്നെ പുള്ളി തന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഓടിക്കുന്നവർ മാത്രമേ ഈ വണ്ടി വാങ്ങൂ. അല്ലാതെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ഓടിക്കാതെ നേരെ ഒരിക്കലും ആരും ഈ വണ്ടി എടുത്ത് കൊടുക്കരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ബൈക്കാണ്. ഏകദേശം 160 കിലോമീറ്റർ വരെ ടോപ്പ് സ്പീഡ് കിട്ടുന്ന ഒരു എഞ്ചിനാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. കൈ കൊടുത്താൽ വണ്ടി അങ്ങ് പറക്കുക, അല്ലാതെ വണ്ടിക്ക് വേറൊന്നും അറിയത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. എൻ്റെ ഈ വണ്ടി കുറച്ച് സമയത്തേക്ക് എൻ്റെ കിട്ടി. ആ സമയം കൊണ്ട് എനിക്ക് വണ്ടി ഫീൽ ചെയ്ത കാര്യങ്ങളും എനിക്ക് വണ്ടിയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് ഞാൻ എൻ്റെ മാക്സിമം ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും കൂടെ മറക്കല്ലേ. പിന്നെ കമൻറ്റും മാക്സിമം ഇടുക, ലൈക്കും തരിക. നല്ല നല്ല കമൻസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ഈ കുഞ്ഞു ചാനലിൽ ഇത്രയും സപ്പോർട്ട് കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് നിറഞ്ഞൊരു സന്തോഷമാണ്. ഇത് എന്നെ മുമ്പോട്ട് കൊണ്ടുപോകുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇഷ്ടംപോലെ ഇടുന്നതാണ്. അതുകൊണ്ട് മറ്റൊരു ബൈക്കുമായിട്ട് ഞാൻ വേറൊരു ദിവസം വരുന്നതാണ്. എങ്ങും പോകുന്നില്ല. അന്ന് എൻ്റെ വേറൊരു ബൈക്കും കാണും. വേറെ ഒന്നെങ്കിൽ സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ ഒരു ബൈക്കിൻ്റെ റിവ്യൂ ആയിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.